കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഓഫീസർക്കും സൂപ്രണ്ടിനും എതിരെ അച്ചടക്ക നടപടി. നഴ്സിംഗ് ഓഫീസർക്ക് തിരുവനന്തപുരത്തേക്കും നഴ്സിംഗ് സൂപ്രണ്ടിനെ കോന്നിയിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ICU പീഡന കേസിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. സ്ഥലം മാറ്റ നടപടിയിലേക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? രോഹിണി, തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഇപ്പോൾ വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുകയാണ്. ചീഫ് നഴ്സിംഗ് ഓഫീസർക്കും സൂപ്രണ്ടിനുമെതിരെയാണ് അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. നഴ്സിംഗ് ഓഫീസർക്ക് തിരുവനന്തപുരത്തേക്കാണ് സ്ഥലം മാറ്റം. തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്കും നഴ്സിംഗ് സൂപ്രണ്ടിനെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഇരുവർക്കും വീഴ്ച ഉണ്ടായി എന്ന DMAയുടെ റിപ്പോർട്ടിന്മേൽ സൂപ്രണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. നഴ്സ് സൂപ്രണ്ട് ബെറ്റി ആന്റണി, ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതി എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് തല നടപടിക്ക് ഇപ്പോൾ സൂപ്രണ്ട് ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് തല നടപടി എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഇരുവർക്കും വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് തല നടപടിയിലേക്ക് കടന്നത് എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. കേസിൽ മുഖ്യപ്രതി ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ശശീന്ദ്രന്റെ സസ്പെൻഷൻ കാലാവധിയും നീട്ടിയിരുന്നു. കൂടാതെ തന്നെ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന അനിതയെ സ്ഥലം മാറ്റിയതും ഏറെ വിവാദമായിരുന്നു. വിവാദത്തെ തുടർന്ന് പിന്നീട് അനിതയുടെ സ്ഥലം മാറ്റം മരവിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നിലുള്ള ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്നവരെയൊക്കെ തന്നെയും ആരോഗ്യ മേഖലയിൽ ഉള്ളവർ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 പേരെയാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർക്കും സൂപ്രണ്ടിനുമെതിരെയാണ് അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. രോഹിണി, ശരി. കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.